ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തേതൊരു നൈറ്റ് വ്ളോഗാണ്. ഞങ്ങൾ 3 ആൾക്കാരും കൂടി നടക്കാൻ ഇറങ്ങിയതാണ്. പക്ഷേ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം അതൊന്നുമല്ല, മൾബറീസ് ആണ്. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒത്തിരി മൾബറീസ് ഉണ്ട്. സോ അതൊക്കെ പറിച്ച് കഴിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. സോ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. എൻജോയ്. നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ അല്ല മിസ് ഫരീദ ഫിറോസ്. ദെൻ ഉള്ളത് ഐഷ സുഹേൽ. അപ്പൊ ഞങ്ങൾ ഏതോ ഒരു കാട്ടിന്റെ ഇടയിൽ നിന്നിട്ട് മൾബറി പറിക്കുകയാണ്. നമ്മള് കഴിഞ്ഞു, മൾബറി പറിച്ചു. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാണ്? എന്തിനാണ് നമ്മൾ പോകുന്നത്? ഐസ്ക്രീം കഴിക്കാൻ. അപ്പൊ ഈ നിഗൂഢമായ വഴിയിൽ കൂടെ നടന്നാണ് ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത്. ഇവിടെ ഫുൾ കാടാണ്. ഇവിടെ എന്തോ ഒരു പാല പൂത്തതിന്റെ മണമുണ്ട്. നമുക്ക് തോന്നുന്നത് ഇവിടെ പ്രേതമുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ നീ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ മേ ബി എൻ്റെ ഫസ്റ്റ് ഉത്തരം ഈ വഴികളും ഈ നൈറ്റ് വാക്കൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഫൈനലി സിറ്റിയിലെത്തി ഗൈസ്. ഇപ്പോൾ സിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായെന്ന് വരത്തില്ല. സിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. സോ അവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാർ മിക്കപ്പോഴും ഐസ്ക്രീം വാങ്ങുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഐസ്ക്രീമൊക്കെ പുറത്ത് തന്നെ വെച്ചേക്കും. അപ്പോൾ നമുക്ക് ഐസ്ക്രീം കഴിക്കണമെങ്കിൽ പുറത്തുനിന്ന് തന്നെ വന്ന് വാങ്ങി പോവാം. ഫേവറേറ്റ് ലേസ്, പക്ഷേ ഓഫർ ഉള്ളത് കൊണ്ട് വാങ്ങണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇതാണ് ഏറ്റവും ഫേവറേറ്റ്, പക്ഷേ ഇതിന് ഓഫർ ഇല്ല ഗൈസ്. സോ സാഡ്. പക്ഷെ ഞാൻ എല്ലാം കഴിക്കും ഗൈസ്. പക്ഷെ ഐഷാത്തി ഇത് മാത്രമേ കഴിക്കത്തുള്ളൂ. എന്തും കഴിക്കും. അങ്ങനെ സൂപ്പർ മാർക്കറ്റിലെത്തി ചോക്ലേറ്റ് സെക്ഷൻ എത്തിയപ്പോഴേക്കും എൻ്റെ കൂടെ വന്ന ഒരാളെ കാണാനില്ലായിരുന്നു. അപ്പോഴാണ് ചോക്ലേറ്റ് സെക്ഷനിൽ പോയി സ്റ്റക്കായി നിൽക്കുന്നത് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ലിൻഡിൻ്റെ ചില്ലി ഫ്ലേവറിലുള്ള ചോക്ലേറ്റ്. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഐസ്ക്രീംസ് ആണ്. ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസ് ഇവിടെ ഉണ്ട്. എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ്. നൈറ്റ് വാക്ക്, വരിക, ഐസ്ക്രീം കഴിക്കുക, അതൊക്കെ ഹാപ്പിനെസ്. സോ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഏതാ വാങ്ങേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും മെയിൻ. അപ്പോൾ ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള 3 ഐസ്ക്രീംസ് എടുത്തിട്ടുണ്ട്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എനിക്ക് കുഞ്ഞ് ഐസ്ക്രീമാണ് കിട്ടിയത്, അവരെന്നെ പറ്റിച്ചു. സോ ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ 3 പേരും ഐസ്ക്രീമൊക്കെ കഴിച്ച് ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഞാൻ നേരുന്ന പോലെ തന്നെ ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന കാര്യം, ഞാൻ ഇവിടെ നിന്ന് നാട്ടിൽ പോയി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന കാര്യം ഈ നൈറ്റ് വാക്കും ഇങ്ങനെ രാത്രി ഇറങ്ങി നടക്കാൻ പറ്റുന്ന ആ ഒരു ഫ്രീഡവും ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഞാനിവിടെ വന്നിട്ട് ഏകദേശം 3 വർഷത്തോളമായി. ഇതുവരെയും രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്തോ ഇതുവരെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും, ഒരു ദിവസം എന്തൊക്കെ ബാഡായിരുന്നെങ്കിലും അന്നത്തെ ദിവസം ഒന്ന് നേരെയാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൻ്റെ എല്ലാ വിഷമങ്ങളും മാറ്റാൻ കുറച്ച് ഫ്രണ്ട്സും ഇതേപോലെ ഇങ്ങനെ നടക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നടന്ന് ഒരു പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പാർക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, പാർക്കിൽ ഊഞ്ഞാൽ കണ്ട് എന്റെ സന്തോഷത്തിൽ ഓടിപ്പോകുന്ന ഐഷാത്തിയും എന്റെ പിറകെ പോണ ഫരീനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എത്ര വയസ്സായെന്ന് പറഞ്ഞാലും ഊഞ്ഞാല് കണ്ട ഐഷാത്തിന്റെ മനസ്സ് ഒരു കുഞ്ഞു മനസ്സാ. അങ്ങനെ ഊഞ്ഞാൽ കണ്ടപ്പോൾ ഞങ്ങളുടെയൊക്കെ ഉള്ള ആ കുഞ്ഞു മനസ്സ് പെട്ടെന്ന് ഉണർന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ ഞങ്ങളിങ്ങനെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എത്ര വലുതായെന്ന് പറഞ്ഞാലും നമുക്ക് ചില സമയത്ത് നമ്മൾ കുഞ്ഞായിട്ടിരിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ കുഞ്ഞായിട്ടിരിക്കാൻ പറ്റുന്ന നമുക്ക് അങ്ങനെ ഒരു സ്പേസ് നമുക്ക് വേണം. നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കുഞ്ഞായിട്ടിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുഞ്ഞായിട്ടിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളനുസരിച്ച് നമുക്കിങ്ങനെ കുട്ടിക്കളി കളിക്കാൻ പറ്റുന്ന ആ കുറച്ചിടങ്ങളേ ഉണ്ടാവത്തുള്ളൂ. അവിടെ നമുക്ക് കിട്ടുന്ന ഫ്രീഡം, ഹാപ്പിനെസ്സും അത് വേറെ തന്നെ ഒരു ഫീൽ തന്നെയാണ്.
ഐഷാത്തി ഹാപ്പിനെസ് 2 വാക്കിൽ പറയൂ. നമുക്കിനി ഒരു ഗ്രൂപ്പ് സോങ് ആവാം. കാറ്റാടി തണലും തണലത്തരമതിലും ബദിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മരകന്തൊളി കണ്ണും കളിയോ ഞാലാടും നീടനാടിയായി. ഒരു ദിവസത്തിൽ കുറച്ചൊരു 10 മിനിറ്റെങ്കിലും ഇങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം അതാണ് കാരണം ഞാൻ തന്നെ ഞങ്ങൾ തല്ലുണ്ടാക്കിയോളൂ. ഞാനൊരു വലിയ വിഷയം പിന്നെ ഞാൻ മുമ്പിലായിരുന്നു മിണ്ടണമെന്നൊക്കെ വിചാരിച്ചാണ് പിന്നെ എന്തോ പോയി. സ്നേഹം ഉള്ളിടത്ത് അല്ലെങ്കിലും വഴക്കുള്ളാണുള്ളത്. സുരൂര് തീരെ താന്നൊക്കെ വെച്ചുന്നില്ല. അവള് ഫുൾ ടൈം പൊങ്ങി വേറെ തന്നെ നിൽക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഒരു രസം എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ വീട്ടിൽ എനിക്കുണ്ട്. കണ്ടാ തീരെ താത്ത വരത്തില്ല. ഞാൻ ഇങ്ങനെ ഇരുന്നാലും ഒക്കെ ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഉള്ളത് ആകാശത്താണ്. ഫരി ഇപ്പൊ താഴ്ത്താടുന്നത് കാരണം എനിക്ക് വെയിറ്റില്ല. ഫരിക്ക് തടിച്ചിപ്പക്കുറു. ഫരി എന്താ കഴിച്ച? ഫരി എന്താ കഴിച്ചേ? കണ്ട മന്തിയൊക്കെ തിന്നിട്ട് തടിച്ചായിരിക്കും കഴിച്ചു. ഞാൻ പക്ഷെ ഭയങ്കര മെലിഞ്ഞൊങ്ങി അസ്ഥികൂടം പോലെ ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ ആകാശത്താണ്. ക്യൂട്ട്നെസ് ഒരു ഫരി കുറച്ച് ക്യൂട്ടാണ്. കാരണം ഇത്രയും പാവമുള്ളൊരു കുട്ടി. അതെ നടക്കുന്നില്ല. കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റി പോവുകയാണ്. ഇന്നൊരു ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ലെറ്റ്സ് ഗെറ്റ് റെഡി. 1 2 3 സ്റ്റാർട്ട്. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഫരി കമോൺ. ഫരി ചലഞ്ചിൽ ജയിക്കുമോ അതോ തോക്കുമോ? നിങ്ങൾ പറയൂ. അതെ, ദിസ് കൈൻഡ് ഓഫ് മോട്ടിവേഷൻസ് ആർ ദ ബെസ്റ്റ്. ഫരി യു ക്യാൻ. യെസ് എല്ലാരും കൈയടിച്ച് ഫരിനെ പ്രോത്സാഹിപ്പിക്കൂ. ഫരി ആ ഒരു ചലഞ്ചിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. അടുത്ത ആ ചലഞ്ചിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ ഈ കാട്ടായങ്ങൾ കണ്ട് ഞങ്ങൾ സഹിച്ചതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. ഗുഡ് നൈറ്റ്.